ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊച്ചു ഗ്രാമഫോണാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഗ്രാമഫോണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ള കുപ്പി നമ്മൾ അതിൻ്റെ മേലെ ഡയറക്റ്റ് നമ്മൾ വൈറ്റ് പ്രൈമർ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കത് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. 20 രൂപയുടെ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബ്രൗൺ കളറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. മിക്സിംഗ് ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ അടിക്കുകയാണ് ഇതിൻ്റെ മേലെ. നമ്മൾ ഈ കളറുകൾ ഇങ്ങനെ അടിക്കുമ്പോൾ മാക്സിമം നമ്മൾ 2-3 കോട്ടുകൾ അടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഫില്ലായി കിട്ടണമെങ്കിൽ നമുക്ക് 2-3 കോട്ട് എന്തായാലും അടിക്കേണ്ടി വരും. അതിപ്പോൾ വൈറ്റ് പ്രൈമർ അടിച്ചാലും അങ്ങനെ തന്നെ അടിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇവിടെ ഫോറക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോറക് ഷീറ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമഫോണിൻ്റെ ടോപ്പിൽ, അതായത് ഒരു ഡിസ്ക് പോലെ തിരിയുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നട്ട് നിങ്ങളിപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും. ആ നട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിൽ നമുക്ക് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എടുത്തതേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് നട്ട് വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. കുറച്ച് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ്. അപ്പോൾ ഫ്ലെക്സ് ക്യുക്ക് നിങ്ങളവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഫ്ലെക്സ് ക്യുക്കാണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടാൻ സാധ്യത കൂടിയുള്ള സാധനം. അപ്പം എല്ലാവരും അത് തന്നെ ഉപയോഗിക്കുക. എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധം ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ സാധനം തന്നെയായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ സെൻറ്റർ ഭാഗത്തായിട്ട് കറക്റ്റ് ഒട്ടിച്ച് നിർത്താം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് അത് മറച്ച് ഒട്ടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ അടിക്കാൻ പോവുകയാണ്. ഇതിന് ഡിസ്കിന് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടേജിൽ ചെറിയൊരു ഫോറക് ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് മാസ്റ്റർ പീസ് ഐറ്റം. ഇതാണ് നമ്മൾ ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫണലാണിത്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമഫോണിൻ്റെ ഏറ്റവും മേജർ ഭാഗമായിട്ടുള്ള ടോപ്പിൽ നമ്മൾ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഉപയോഗിച്ചതാണ്. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്, നമുക്ക് ഇത് മാർക്കറ്റിൽ വാങ്ങാനൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് അനുയോജ്യമായിട്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതെനിക്ക് തീരെ ആവശ്യമില്ലാത്തൊരു ഭാഗമാണ്. ഇതിനകത്ത് തന്നെ ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനാവുന്നതാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കുറച്ച് അതിൻ്റെ വേസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ഒരു ബോറായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എന്ത് സെറ്റ് ചെയ്യുമെന്ന് കുറേ ആലോചിച്ചിരുന്നു. അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാക്കാൻ നമ്മൾ കാണിച്ച് തരാം. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നമ്മുടെ പ്രൈമർ അടിക്കുന്നുണ്ട്. പ്രൈമർ അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ നമുക്കിത് ഉരുക്കി കുറച്ച് പുറത്തേക്ക് കർവാക്കി എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനിതിൻ്റെ വേസ്റ്റ് പീസ് തന്നെ നമ്മൾ ഒന്ന് ഉരുക്കി നോക്കിയപ്പോൾ അത് ചുരുണ്ട് പോകുന്ന രീതിയിലേക്കാണ് പോയത്. അതിനാൽ തന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പ് അങ്ങനെ ചെയ്യുന്നില്ല, നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈമർ അടിച്ച സാധനത്തിന് മുകളിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഈ ബ്ലാക്ക് പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ വൈറ്റിൻ്റെ മേലെ നമ്മൾ അടിക്കാൻ പോകുന്ന ഗോൾഡൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫില്ലിങ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് അടിച്ചിട്ട് ബ്ലാക്കിൻ്റെ മേലെ നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വൈറ്റിൻ്റെ മേലെ നമ്മൾ അടിക്കുമ്പോൾ വൈറ്റും ഗോൾഡനും അല്ലാത്ത രീതിയിലുള്ള കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു മെത്തേഡാണ് ഉപയോഗിക്കാറ്. ബ്ലാക്ക് അടിച്ചതിന് ശേഷം മാത്രം ഗോൾഡൻ പെയിൻറ്റ് അടിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളും ആ ഒരു മെത്തേഡിൽ പോകുന്നതായിരിക്കും നന്നാവുക. അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ ഗോൾഡൻ പെയിൻ്റ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു IPL കപ്പിൻ്റെ ഒരു ഇതിന് വേണ്ടി വാങ്ങിയ ബോട്ടിലാണിത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതിനാൽ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ അടിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ പാറ്റിയാണ് അടിക്കുന്നത്. അതായത് ഒന്ന് പരത്തി അടിക്കണം. നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെ അടിച്ച് പിടിക്കുകയാണെങ്കിൽ ഇത് ഒലിച്ചിറങ്ങിയതിൻ്റെ ഒരു അടയാളം ഇതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിച്ചത്. 2 സൈഡ് ടാപ്പ് ഈ സാധനം കൊണ്ടാണ് നമ്മളിതിൻ്റെ ടോപ്പ്, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ആ ഭാഗത്ത് നമ്മളത് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് വെച്ച് അവിടെ കവർ ചെയ്യും. പ്ലാസ്റ്റിക് വെച്ചാൽ എങ്ങനെയെങ്കിലും അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണും. അപ്പോൾ ഇതാകുമ്പം അവിടെ പതിഞ്ഞ് നിൽക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ ഈ സാധനം തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. നമുക്ക് 1 സൈഡ് പശ മതി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പശയുടെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പശയൊക്കെ ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ടോപ്പിലുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഏകദേശം നമുക്ക് ആവശ്യമുള്ള സൈഡ് നമ്മൾ അളവെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രത്തോളം എനിക്ക് മതി. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത സാധനം എന്ത് ചെയ്യാൻ പോവാന്ന് എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും.
ഇതുകൊണ്ടാണ് ഇനി നമ്മുടെ മൊത്തം പരിപാടി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു 2 സൈഡ് ടാപ്പ്, അതായത് നമ്മളതിൻ്റെ 1 സൈഡുള്ള ഗമ്മ് ഒഴിവാക്കിയതായിട്ട് നമ്മൾ നേരത്തെ പറയുണ്ടായി. അപ്പം അത് ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നന്നായിട്ട് പശയുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഈ സൈഡാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് പ്രശ്നമുള്ള ഭാഗത്തിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് വെക്കുക. സെൻട്രലായിട്ട് 2 സൈഡിലേക്ക് ഈക്വൽ ആവുന്ന രീതിയിൽ നമ്മളത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഈ ഒരു പോർഷൻ നമുക്ക് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് സാധനങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളും ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിലും നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ. എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയിട്ടുള്ള സാധനം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് രൂപേണ അറിയിക്കേണ്ടതാണ്. അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ആൾക്കൊരു ഐഡിയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മളെടുത്ത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഏകദേശം ഈക്വലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് പരിപാടി ഉള്ളത് പറയുമ്പോൾ പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ 1 സൈഡിലുള്ള പശ ടോപ്പിലുള്ള പശ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ബ്രഷിൻ്റെ പല്ലവിടെ അതായത് ബ്രഷിൻ്റെ ആ ഒരു ഇത് അവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എല്ലാവരും ക്ലിയർ ചെയ്യുക. അങ്ങനെ ക്ലിയർ ചെയ്ത് ഫുൾ ഒപ്പിയെടുത്തതിന് ശേഷം ആ ഗമ്മ് മൊത്തം മാറിയതിന് ശേഷം മാത്രം പെയിൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് സെഷനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം മാത്രമാണ് ഗോൾഡൻ പെയിൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്നില്ല, കാരണം പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടും നമുക്ക് മറ്റേ ഗോൾഡൻ ഭാഗത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യുകയാണ്. സ്പീഡിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്രഷോ കൈയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നീറ്റാക്കി അടിച്ചെടുത്ത സാധനം നമുക്ക് ഇനി സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. ഈ സ്പ്രേ പെയിൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റിയൊരു സാധനമാണ്. പെട്ടെന്ന് അടിച്ചടിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റോ ഗോൾഡൻ പെയിൻറ്റോ നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് വെച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് സ്പ്രേ പെയിൻറ്റും പിന്നെ ഒരു ഗോൾഡൻ പെയിൻറ്റിൻ്റെ ചെറിയ പോക്കറ്റ് പീസും ഉണ്ട്. അത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കൊരു പൈപ്പ് ഞാനിവിടെ ബെൻഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു പേപ്പർ വെച്ചിട്ട് ഞാൻ കുറച്ച് മണൽ അതിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണൽ എന്തിനാണ് നിറച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ഉരുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഫില്ലായി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പൊട്ടിയോ ഉരുകിയോ പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ട ഒരു ആക്ഷനിൽ ഞാൻ ഇത് എത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പൂഴി നിറച്ചതിന് ശേഷം പൈപ്പ് ചൂടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആംഗിൾ ഇത് ചെരിഞ്ഞ് കിട്ടുന്നതാണ്. ഞാൻ താഴത്തൊരു ബെൻഡ് ഒട്ടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ സാധനങ്ങളാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ആ ബെൻഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബെൻഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എൽബോ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഈ ഫ്ലെക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലെക്സിബിൾ ഓസ് എന്നാണ് ഇതിന് പറയുക. ഇലക്ട്രിക്കൽ ഷോപ്പിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പൈപ്പിൻ്റെ മുകളിൽ 3/4 ഇഞ്ച് പൈപ്പാണ്. 3/4 ഇഞ്ച് പൈപ്പിൻ്റെ മേലെ ഡയറക്റ്റ് ഇറക്കാം. ഇത് ടൈറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഇത് കയറി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് വാങ്ങിയത്. അല്ലാണ്ട് വേറൊരു ആവശ്യമൊന്നുമില്ല. ഇത് മീറ്ററിനാകെ എനിക്ക് 10 രൂപയായിട്ടുള്ളൂ. അപ്പോൾ അത്രയും വില കുറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ഭാഗം ഇതാണ്. ഈ എൽബോ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇലക്ട്രിക്കൽ പൈപ്പിൻ്റെ എൽബോ ആണ്. അപ്പോൾ ഈ എൽബോന്ന് ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ പുറത്തേക്ക് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ടൈറ്റിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് വേണ്ട ഫിറ്റിങ്സുകളെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു റൗണ്ട് കാണാൻ പറ്റും. ആ റൗണ്ട് ജസ്റ്റ് ഒരു റിങ്ങിൻ്റെ ഒരു പീസിൻ്റെ മുകളിൽ ഒരു വടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്തിൻ്റെ ഉപയോഗമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്, അത് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ചെയ്ത സാധനങ്ങളെല്ലാം ഇനി നമുക്കതൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്ത് നോക്കാം. ഫ്ലെക്സ് ക്യൂക്ക്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്കിൽ ആ സാധനം നിർത്താൻ പോകുന്നത്. കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളെ പൈപ്പ് ഡയറക്റ്റ് അതിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ആംഗിളിൽ പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്യണം. പെട്ടെന്ന് സെറ്റ് അതായത് നമ്മൾ കുറച്ച് വളവും തിരിവൊക്കെ ആക്കിയ പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പ് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക. അതിനുശേഷം കുറച്ചും പാടിയും ഫ്ലെക്സ് ക്യൂക്ക് ഇട്ടിട്ട് നമ്മൾ അത് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വെക്കേണ്ടത് ഇതിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഈ ടോപ്പ് ഭാഗം നമുക്ക് എടുത്തിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് നേരെ ഇറക്കി വെക്കാം. 3/4 ഇഞ്ച് പൈപ്പ് ആയതിനാൽ ഈ ഫണലിൻ്റെ ഹോൾസ് ഡയറക്റ്റ് അതിലേക്ക് പോകും, ഇറങ്ങി നിൽക്കും. അപ്പോൾ അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം സാധനങ്ങൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ടോപ്പ് നമുക്കൊന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു റിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ റിങ് നമ്മളൊരു വടിയുടെ മേലെ ആണിയടിച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് ആ സാധനം. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അത് റോപ്പ് വെച്ച് ഏകദേശം നമ്മൾ കെട്ടി വെക്കുന്നേ ചെയ്യുന്നുള്ളൂ. ഒരു കോപ്പർ കമ്പിയും ഒരു നമ്മുടെ ബ്രഷിൻ്റെ കേടായ ബ്രഷിൻ്റെ ഒരു ഭാഗവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കേടായ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ലിവർ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഗ്രാമഫോണിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കറക്കുന്ന ഒരു ലിവർ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എന്തായാലും നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാം. ഈ ബ്രഷിൻ്റെ ഈ ടോപ്പ് ഭാഗം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് തോന്നിയിട്ടുള്ള എന്താണോ അത് സെലക്ട് ചെയ്യാം. അപ്പം ഇവിടെ എനിക്ക് ഈ കോപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഹോൾസ് ഇടുന്നുണ്ട്. ആ കോപ്പർ മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഹോൾസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മളെ കോപ്പർ ഇറക്കി നോക്കാം. കോപ്പർ ഇറക്കിയതിന് ശേഷം നമ്മളത് ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് അത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചു. അപ്പോൾ ഒട്ടിച്ചത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ലിവർ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഈ ലിവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാമഫോണിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്തടുത്തായി ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കേണ്ടതാണ്. ബൈ ബൈ.